1984 സിഖ് വിരുദ്ധ കലാപക്കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചു വന്നിരുന്ന മുൻ കോൺഗ്രസ് MP സജ്ജൻ കുമാർ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. തിഹാർ ജയിലിൽ തടവിൽ കഴിയവേ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് സഫർദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. മുൻ ഡൽഹി ഔട്ടർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുമുള്ള MP-യും പ്രമുഖ കോൺഗ്രസ് നേതാവുമായിരുന്ന സജ്ജൻ കുമാർ അന്തരിച്ചു. തിഹാർ ജയിലിൽ വെച്ച് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ജയിൽ അധികൃതർ അടിയന്തരമായി സഫ്ദർജംഗ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. 1984 ഒക്ടോബർ 31 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് പിന്നാലെ ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും അരങ്ങേറിയ സിഖ് വിരുദ്ധ കലാപത്തിന് ആഹ്വാനം നൽകിയെന്നതാണ് സജ്ജൻ കുമാറിനെതിരെയുള്ള പ്രധാന കേസ്. വൻതോതിലുള്ള ആക്രമണങ്ങൾക്കും വംശഹത്യയ്ക്കും ആൾക്കൂട്ടത്തെ പ്രകോപിപ്പിച്ചതിൽ സജ്ജൻ കുമാറിന് കൃത്യമായ പങ്കുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ദശകങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ 2018 ഡിസംബറിലാണ് ഡൽഹി ഹൈക്കോടതി സജ്ജൻ കുമാറിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുന്നത്. സുപ്രീം കോടതി ശിക്ഷ ശരിവെച്ചതിന് പിന്നാലെ അദ്ദേഹം കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെച്ചിരുന്നു. തുടർന്ന് മറ്റൊരു കലാപക്കേസിലും കോടതി ഇയാൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു. വർഷങ്ങളോളം ജയിൽവാസം അനുഭവിച്ചു വരവെയാണ് ഇപ്പോൾ സജ്ജൻ കുമാറിന്റെ മരണം. ജനം, ഡൽഹി.